15 മിനിറ്റ് തികച്ചും മയങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു സ്വപ്നം കാണുവാണ്. ഈശോ ഞാൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കുരിശി തറച്ച് കിടന്ന് എന്നെ ദയനീയമായി എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈശോയുടെ കൈകൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഈശോയുടെ രൂപമായിരുന്നു. അതിന് താടി മീശ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു ഈശോയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ കുരിശ് തറച്ചു വെച്ചേക്കുന്ന കൈകളിലും കാലുകളിലും ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ, ഞങ്ങളുടെ പള്ളി സെൻറ്റ് മേരീസ് ചർച്ചാണ്, അവിടെ മാതാവ് ഈശോയെ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ഉണ്ണി ഈശോയുടെ രൂപം തന്നെയായിരുന്നു ഞാൻ സ്വപ്നം കണ്ട ഈശോയ്ക്ക്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിൻസി ബാബു. ഞാൻ പുത്തൻകുരിശിൽ നിന്ന് വരുന്നു. യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് കത്തോലിക്ക വിശ്വാസം അധികം അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കൊന്തയെല്ലാനും എല്ലാം ഞാൻ പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാര്യം, ഞാൻ IELTS എക്സാം ഒരു ജൂലൈ 2021 മുതൽ 2022 ഏപ്രിൽ വരെ 7 പ്രാവശ്യം എഴുതി. ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ വിഷയത്തിന് ഫെയിലാവുമായിരുന്നു. ഓരോ വിഷയത്തിന് ഒരു മൊഡ്യൂൾ എനിക്ക് കിട്ടില്ല. ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് ഒരു 16 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ IELTS എക്സാം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് കണ്ടിന്യൂവേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഈ ജൂലൈ 2021 മുതൽ 2022 ഏപ്രിൽ വരെ ഞാൻ തുടർച്ചയായിട്ട് 7 പ്രാവശ്യം എഴുതി. കാരണം എനിക്ക് ജോലി റിസൈൻ ചെയ്തേണ്ടതായ ഒരു സാഹചര്യം വന്നു. അപ്പം അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്ന് എനിക്ക് ജോലി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി UK പോകാനാണ് ആഗ്രഹിച്ചത്. ഞാൻ കാനഡയ്ക്ക് വേണ്ടിയിട്ട് 2018 രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടിരുന്നു. പക്ഷേ കോവിഡ് മൂലം അതെനിക്ക് പ്രോസസ്സിങ് ലേറ്റായിപ്പോയി. എനിക്ക് അത് റെഡി ആവാതെ വന്നു. അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം നാട്ടിൽ വന്ന് മൂന്നാമത്തെ പ്രാവശ്യം IELTS എഴുതിയപ്പോഴും മൂന്നാമത്തെ പ്രാവശ്യവും ഒരു മൊഡ്യൂളിന് എനിക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് കൃപാസനത്തെ പറ്റി ഓർമ്മ വന്നു. മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ ഇവിടെ ഉടമ്പടി എടുക്കാനോ എനിക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അതിനു മുമ്പ് വിശുദ്ധ അന്തോണീസിൻ്റെ പള്ളിയിൽ പോയപ്പോൾ എനിക്കൊരു അമ്മച്ചി അവിടുത്തെ പത്രം തന്നായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കൃപാസനത്തെ പറ്റി എനിക്ക് ഓർമ്മ വരികയും ഈ പത്രം ഞാൻ എടുത്ത് നോക്കുകയും ചെയ്തു. പത്രത്തിൽ ഞാനൊന്നും വായിച്ചൊന്നുമില്ല. അത് ഞാൻ തിരിച്ചു വെച്ചിട്ട് ഓൺലൈനിൽ ഗൂഗിളിൽ പോയി ഞാൻ എന്താണ് ഉടമ്പടി എന്ന് സെർച്ച് ചെയ്തു. ഉടമ്പടി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടിയുടെ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ എന്നിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട്. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാര്യം എന്നിലുള്ള കുറവുകളാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്നെ ദ്രോഹിച്ച ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ വരാൻ എനിക്കൊരു 2 ആഴ്ച സമയമെടുത്തു. അപ്പം ഞാൻ 3ാമത് എക്സാം എഴുതി എന്ന് പറഞ്ഞല്ലോ, അതിന് 2 എക്സാമും ഞാൻ ഈ ഒരു മൊഡ്യൂൾ പോയത് റീവാലുവേഷന് കൊടുത്തായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പം 3ാമത്തെ എക്സാം റീവാലുവേഷന് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ച് എനിക്ക് റൈറ്റിങ്ങിനായിരുന്നു പോയത്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ എസ്സേ ഞാൻ 2 IELTSൻ്റെ ടീച്ചേഴ്സിന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം എഴുതി കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, കിട്ടില്ല, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കൊടുക്കാതെ മാറ്റി വെച്ചു. വീണ്ടും ഒരു എക്സാമും കൂടെ എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിനൊരു ഉറപ്പ് വന്നു, എന്തായാലും ഞാൻ എക്സാം പാസ്സാവും, ഞാൻ പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചല്ല, മാതാവിനെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിലൊരു ഉറപ്പ് തന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു. അപ്പം ആദ്യത്തെ ധ്യാനം ഞാൻ മെയ് 24 2022 മെയ് 24 അച്ഛൻ്റെ ആദ്യത്തെ ധ്യാനം ഞാൻ കൂടുവാണ്. ആ കൂടുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നുണ്ട്. ഞാനിങ്ങനെ ഇനി ഇപ്പം എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും എന്നാ പോകുന്നത്, എങ്ങനെയാണ്, എന്താണ്, ജോലിയില്ലാതെ വെറുതെ ഇരിക്കുവാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു.
അപ്പം ഞാനിങ്ങനെ മനസ്സ് ചിന്തിക്കുക, ഇനി ഞാനൊരു എക്സാം എഴുതാനും എക്സാം ഡേറ്റ് കിട്ടാനൊക്കെ കുറേ താമസം എടുക്കും. അപ്പോൾ എക്സാം എഴുതി റിസൾട്ട് വന്ന് എനിക്ക് പോകാൻ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മക്കളൊക്കെ ഓസ്ട്രേലിയയിലും അയർലൻഡിലുമൊക്കെയാണ്. അപ്പോൾ അവർ വെക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കും, അപ്പം ഞാൻ എന്ത് മറുപടി പറയും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ആരോ പറയുവാണ്, നീ എഴുതി വെച്ചിരിക്കുന്ന എക്സാം റീവാലുവേഷന് കൊടുക്കാൻ. ഒരു പ്രാവശ്യം കേട്ടു, 2 പ്രാവശ്യം കേട്ടു, ഞാൻ 3ാമത്തെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ധ്യാനം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ IELTS റിസൾട്ട് എടുത്ത് നോക്കി. ഇനി ഡേറ്റ് കഴിഞ്ഞു പോയി, 6 ആഴ്ച വരെയാണ് നമുക്ക് റിവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പേപ്പർ എടുത്ത് നോക്കിയപ്പം 5 ആഴ്ചയും 2 ദിവസമായി. അപ്പം ഞാൻ എന്തായാലും ആരോടും പറഞ്ഞില്ല, റീവാലുവേഷന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ഞാനിപ്പോൾ എപ്പോഴും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പം ഞാനൊരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ചേച്ചി ഇവിടെ വന്ന് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ സ്പർശിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ ഗവൺമെൻറ് ജോലിയായിരുന്നു പുള്ളിക്കാരിക്ക്. ട്രാൻസ്ഫർ വന്നത് മാറിക്കിട്ടി. അതും ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് പോയി ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഒരു സാക്ഷി ഞാൻ കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയണം, എൻ്റെ റീവാലുവേഷൻ എടുത്ത പേപ്പർ മാതാവ് കറക്റ്റ് ചെയ്യണമെന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ഇവിടെ വരാൻ തോന്നി. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പം എൻ്റെ കസിൻ എന്നെ കാറിൽ കൊണ്ടുവരുമായിരുന്നു. എനിക്ക് 16 വർഷമായിട്ട് ഞാൻ ദുബായിലായിരുന്ന കാരണം എനിക്കിവിടുത്തെ വഴിയും കാര്യങ്ങളും ഒന്നും അത്ര നിശ്ചയമില്ലായിരുന്നു. ചേർത്തലയ്ക്ക് വരണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എനിക്ക് ആലപ്പുഴയാണ് പള്ളി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു. ഞാൻ എൻ്റെ അറിയാവുന്ന 1-2 പേരോടൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു, എൻ്റെ കൂടെ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചപ്പം ആർക്കും വരാൻ താല്പര്യമില്ലായിരുന്നു. എന്തായാലും എനിക്ക് വരേണ്ടിയത് കാരണം ഞാൻ തന്നെ പോന്നു. പോന വഴിക്ക് ഞാൻ ബസ്സിൽ കയറിയപ്പം ഒരു ചേച്ചിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ചേർത്തലയ്ക്കല്ല പോകേണ്ടത്, ആലപ്പുഴയ്ക്കാണ് പോകേണ്ടത്, കൃപാസനത്തിൽ പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈറ്റിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ വൈറ്റിൽ എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ളത് എനിക്ക് അത്ര നിശ്ചയം പോരായിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചും പറഞ്ഞും ഒക്കെ വൈറ്റിൽ ഇറങ്ങി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ഞാനിങ്ങനെ, അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു, പ്രൈവറ്റ് ബസ്സിൽ പോയാൽ മതി, ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ് വൈറ്റിലേന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇച്ചിരി അങ്ങ് മാറി, ബസ്സൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്ന് നിർത്തണ കാരണം ഇച്ചിരി അങ്ങ് മാറി വന്ന് നിൽക്കുമായിരുന്നു. അപ്പം നല്ല പൊടിയും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചെവിയിൽ ചോദിച്ചു, എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആലപ്പുഴയ്ക്ക് പോവുക. അപ്പം എന്നോട് പറഞ്ഞു, പ്രൈവറ്റ് ബസ്സിൽ കയറണ്ട, പ്രൈവറ്റ് ബസ് ഒത്തിരി ചുറ്റി വളഞ്ഞാണ് പോകുന്നത്, അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ് വരും ആലപ്പുഴയ്ക്കുള്ള, അതിനകത്ത് കയറിയാൽ മതിയെന്ന്. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ നിൽക്കുവാന്ന്. പക്ഷേ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു എന്നോട്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പടി പൊടിയടിക്കും, നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് പോയി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് കൊണ്ടുവന്ന് എന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് വന്ന് ഇപ്പോൾ ആദ്യം പുള്ളിക്കാരി ഈ ഫസ്റ്റ് ലൈനിൽ ബസ് ഇങ്ങനെ നിർത്തിയിട്ടേക്കണ കാരണം സെക്കൻഡ് ലൈനിൽ കൂടെ ഈ ട്രാൻസ്പോർട്ട് ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ കൈ നീട്ടിയില്ലെങ്കിൽ അവർ നിർത്തത്തില്ല. ഇപ്പോൾ പുള്ളിക്കാരി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയി റോഡിൻ്റെ നടുക്കേട്ട് പോയിട്ട് കൈ നീട്ടി. അപ്പോൾ അതൊരു AC ബസ്സായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുമല്ലേ, ഇച്ചിരി കഷ്ടപ്പെട്ട് പോവാം, AC ബസ്സിൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് കയറാതെ നിന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, കയറുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കയറുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്കിവിടെ അന്ന് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ദിവസം. അപ്പോൾ എനിക്ക് 11:30-ക്കാണ് ഓൺലൈനിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ധ്യാനം തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ 9 മണിയായിട്ടുള്ളൂ, 8:50 ആയിട്ടുള്ളൂ. എനിക്കിഷ്ടംപോലെ സമയമുണ്ട്, ഇനി ഞാൻ പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പം ഈ സ്ത്രീ എന്നോട് പറയുവാണ്, ഞാനപ്പോൾ അവരോട് എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് വിചാരിച്ച്, ഞാനിവർ ശ്രദ്ധിക്കുന്നില്ല, കൊന്തയില്ലിക്കൊണ്ടിരിക്കുക, ചോദിക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താ എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ തറവാട് വീട് ചേർത്തലയാണ്, ഞാൻ അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ പെട്ടെന്ന് നോക്കിയപ്പം ഇവരുടെ ഡ്രസ്സെല്ലാം ഒരു എന്താ പറയുന്നത്, സാധാരണ നമ്മൾ വീട്ടിലിടുന്ന പോലത്തെ ഒരു ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഇട്ടാണ്ടാണ് ഇവർ ഫംഗ്ഷന് പോകുന്നതെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ പറയാണ്, അയ്യോ ബസ് വരുന്നില്ലല്ലോ, ഫംഗ്ഷൻ വൈകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു ബസ് വന്നു, ഒരു ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു. വീണ്ടും ഇവർ എൻ്റെ കൈ പിടിച്ച് നടുക്കേട്ട് കൊണ്ടുപോയി കൈ കാണിച്ചു, ബസ് കുറച്ചങ്ങ് മാറി നിർത്തി.
അപ്പം ഞാൻ ഓടിപ്പോയി ബസ്സിൽ കയറി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ കയറിയിട്ടില്ല, ഇവരെ എനിക്ക് കാണാനുമില്ല അവിടെ. എനിക്ക് ഉറപ്പാണ് അത് മാതാവായിരുന്നു എൻ്റെ അടുത്ത് വന്നത്, എന്നെ സഹായിച്ചെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം, ഇവിടെ കൃപാസനത്തിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പം ഓൾറെഡി ധ്യാനം തുടങ്ങിയിട്ട് 1 മണിക്കൂറായിരുന്നു. അപ്പം അവർ പറഞ്ഞ് ഫംഗ്ഷൻ തുടങ്ങാറായി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവിടെ ധ്യാനം തുടങ്ങുന്ന കാര്യമാണെന്ന് എനിക്കിവിടെ വന്നിറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ട് പോയി എൻ്റെ കാര്യങ്ങൾ. മാതാവ് പോയി റിവാലുവേഷൻ ചെയ്താലാണ് എനിക്ക് ഇത് പാസ്സായി കിട്ടത്തുള്ളൂ, അല്ലാതെ ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് ഒരിക്കലും ഇത് പാസ്സാവാൻ പറ്റത്തില്ലെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. ഞാൻ തിരിച്ച് ചെന്നു. ഒരു ഫ്രൈഡേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇച്ചിരി ഒരു ഉറക്കം വന്നപ്പോൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. ഒരു 3 മണി കഴിഞ്ഞ സമയത്ത് ഒന്ന് മയങ്ങി. ഒരു 15 മിനിറ്റ് തികച്ചും മയങ്ങിയൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു സ്വപ്നം കാണുവാണ്. ഈശോ ഞാൻ കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് കുരിശി തറച്ച് കിടന്ന് എന്നെ ദയനീയമായി എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈശോയുടെ കൈകൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഈശോയുടെ രൂപമായിരുന്നു. അതിന് താടി മീശ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു ഈശോയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ കുരിശ് തറച്ചു വെച്ചേക്കുന്ന കൈകളിലും കാലുകളിലും ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു. പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോൾ, ഞങ്ങളുടെ പള്ളി സെൻറ്റ് മേരീസ് ചർച്ചാണ്, അവിടെ മാതാവ് ഈശോയെ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ ഉണ്ണി ഈശോയുടെ രൂപം തന്നെയായിരുന്നു ഞാൻ സ്വപ്നം കണ്ട ഈശോയ്ക്ക്. ഞാൻ ഒരിക്കലും പള്ളിയിൽ പോയി ആ ഉണ്ണീശോയെ നോക്കാറില്ല, ഈശോയെ മാതാവിനെ മാത്രമേ നോക്കി പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ എനിക്കൊരു അടയാളമായിട്ട് ഈശോ അത് കാണിച്ചു തന്നാന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ അല്ല, രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം എൻ്റെ മൊബൈലിൽ എൻ്റെ റിസൾട്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു വിഷയത്തിനാണ് എനിക്ക് കിട്ടാത്തുള്ളൂ. അപ്പം ഞാൻ 2 എണ്ണം വെറുതെ വെച്ചതാണ്. ഏത് വിഷയത്തിനാണോ എനിക്ക് കിട്ടാത്തത് അതിൻ്റെ സ്കോർ അപ്ഗ്രേഡായിട്ട് വന്നു. ഞാൻ എക്സാം പാസ്സായി. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് UK ഇൻ്റർവ്യൂ വന്നു. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി. ഒന്നും എൻ്റെ കഴിവല്ല, മാതാവ് എനിക്ക് തന്നാണ്. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഫെയിലായി പോയി കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയാലും പോയില്ലേ ഇൻ്റർവ്യൂ ഫെയിലാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ പാസ്സായി. എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഓഫർ ലെറ്റർ കിട്ടി. UK പ്രോസസ്സിങ് ആരംഭിച്ചു. ഞാൻ സെപ്റ്റംബറിൽ UK പോകേണ്ടതായിരുന്നു 2022. പക്ഷേ ചില പേപ്പർ കുറച്ച് ഡിലേ ആയത് കാരണം ഞാൻ നവംബർ 2022 UK പോയി. ഇപ്പം ഞാൻ ആദ്യത്തെ വെക്കേഷന് വന്നാണ്. ഇനി എനിക്ക് മാതാവ് ആദ്യം തന്ന അനുഗ്രഹം, ഞാൻ എപ്പോഴും UK ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചായിരുന്നു. എനിക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ട്. ഒരു 12 വർഷമായിട്ട്, ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു 12 വർഷമായിട്ട് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടി എടുത്തായിരുന്നു. ആയുർവേദവും അലോപ്പതിയും എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തു. ഞാനൊരു നേഴ്സും കൂടെയാണ്. ഞാൻ ന്യൂറോ സർജനെയാണ് ലാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് മോഡറേറ്റ് ലെവൽ C4 to C7 പ്രൊട്രൂഷൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വേദനയും വെച്ചുകൊണ്ട് ഞാനൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എങ്ങനെ ജോലി ചെയ്യുമെന്നോർത്ത് എനിക്ക് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു. പക്ഷേ എനിക്ക് ജോലി ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്ന് തിരിച്ചു പോയി. അന്ന് തന്നെ എനിക്ക് രോഗസൗഖ്യം കിട്ടി. എനിക്ക് ഒരു ദിവസം പോലും തൈലവും കുഴമ്പും തൂക്കാതെയോ ആരെങ്കിലും മസാജ് ചെയ്ത് തരാതെയോ ചൂട് പിടിക്കാതെയോ ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു. ഈ 44 വയസ്സ് എനിക്കിപ്പോൾ ഉള്ളൂ. എൻ്റെ റൂമിലേക്ക് കയറിയ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുടെ റൂമിലേക്ക് കയറുന്ന ഫീലായിരുന്നു. കാരണം കുഴമ്പിൻ്റെയും തൈലത്തിൻ്റെയും മണമായിരുന്നു എൻ്റെ റൂമിൽ മുഴുവൻ. അങ്ങനെ ഞാൻ അന്ന് തന്നെ തിരിച്ച് ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം പോലെ എനിക്ക് അന്ന് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വേദന ഇല്ലല്ലോ എന്ന്. അപ്പം എനിക്ക് സംശയമായി, ഇത് എനിക്ക് മാറിയതാണോ അല്ലാതെ എനിക്ക് തോന്നുന്നതാണോ എന്ന് സംശയം വന്നു. അപ്പം ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഭയങ്കര തലവേദന വന്നു. തലവേദന എനിക്ക് ഇതിൻ്റെ കൂടെ എപ്പോഴും വരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് മാറിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു എനിക്ക് കുറച്ച് കുഴമ്പിട്ട് തിരുമ്മി തരാൻ പറഞ്ഞു. അപ്പോൾ കുഴമ്പിട്ട് തിരുമുന്ന സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു മമ്മിയുടെ ഷോൾഡറിൻ്റെ മസിൽസൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് സൗഖ്യം തന്നു എന്നുള്ളത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യവും കൂടെ കിട്ടി.
പിന്നെ മൂന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് 15 വർഷമായിട്ട് ഷെയർ കിട്ടിയ സ്ഥലമായിരുന്നു, അത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനത്തിന് പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടാനായിട്ട്. 15 വർഷമായിട്ട് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവസാനം ഒരു ധ്യാനത്തിൽ ഒരു ദിവസം ഞാനൊരു മാതാവിനോട് ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നവംബറിൽ UK പോവും, മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്കിന് എൻ്റെ ഹസ്ബൻഡും മോളും കൂടി അങ്ങോട്ട് വരും. അപ്പോൾ ഹസ്ബൻഡ് പോന്നു കഴിഞ്ഞാൽ എൻ്റെ വിൽപ്പന ഭയങ്കര തടസ്സമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് എനിക്കിതൊന്ന് വിൽക്കാൻ സാധിക്കണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ധ്യാനത്തിൽ, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഒരുപാട് നാളായിട്ട് സ്ഥലം വിൽക്കാൻ പറ്റാത്ത ഒരാളുടെ സ്ഥലം വിൽപ്പന നടക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്, വിഷമിക്കണ്ട ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ഈ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇത് വിറ്റ് പോകാത്തതെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് മാർച്ച് 28, 2022 അങ്ങോട്ട് വന്നു. അതിനു മുമ്പായിട്ട് ഒരാഴ്ച മുമ്പ് ഈ സ്ഥലം കച്ചവടമായി. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കാര്യം, എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ്. ഞാൻ UK പോയപ്പം നമ്മൾ UAയിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് UK കൺവേർട്ട് ചെയ്ത് തരും. UK പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ നവംബറിലാണ് UK എത്തുന്നത്. സെപ്റ്റംബറിൽ എൻ്റെ ലൈസൻസ് എക്സ്പയർ ആയി പോയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അവിടെ ചെന്നൊരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു. എക്സ്പയർ ആയ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ വെച്ചു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ഫോമിനകത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി കുരിശ് വരച്ചു. എക്സ്പയറി ഡേറ്റിനകത്ത് മാതാവിൻ്റെ കാശുരൂപം മുത്തി പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് കൺവേർട്ട് ചെയ്ത് തരണം. ഇവിടെ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരുപാട് പൈസ ചെലവും കഷ്ടപ്പാടുമുള്ള കാര്യമാണ്. മാതാവ് എനിക്കിതൊന്ന് ശരിയാക്കി തരണം എന്ന് പ്രാർത്ഥിച്ച് ഞാനത് വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് വന്നു. മീൻസ് കൺവേർട്ടായി UK ലൈസൻസായിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടി. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു, എക്സ്പയർ ആയതാണെങ്കിലും അവർ ചേഞ്ച് ചെയ്ത് തരുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഇതിന് ശേഷം എൻ്റെ കൂടെ വന്ന ഒരു കുട്ടിയുടെ ഹസ്ബൻഡിനും ഇതുപോലെ എക്സ്പയർ ആയ ലൈസൻസ് ഉണ്ടായിരുന്നു. അവരത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അവർക്കൊരു വലിയ ലെറ്റർ തിരിച്ചു വന്നു, എക്സ്പയർ ആയ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് റിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ലൈസൻസ് തിരിച്ചയച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഇത് മാതാവ് ചെയ്തു തന്നതെന്ന് ഉറപ്പായി മറ്റുള്ളവരെ ഉറപ്പിക്കാനും പറ്റി. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ UK താമസിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലേക്ക് ഒരു കാർ ഇടിച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു അക്കോമഡേഷൻ ഇൻഷുറൻസ് അറേഞ്ച് ചെയ്തു തന്നു. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഞാനൊരു ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ കുറവ് വന്നായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് പ്രാർത്ഥനയിൽ കുറവ് വരണ്ട, എനിക്ക് വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കണം എന്ന് ഞാൻ ഈശോയോട് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. ഒരു ദിവസം ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട് ഇവിടെ ഈ പള്ളിയിലിരിക്കുന്നതാണ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പ്രാർത്ഥന കുറവല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ ഈശോയോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വീട്ടിലേക്ക് കാറടിച്ച് എനിക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നു. അങ്ങനെ ഞാൻ ഒരു ഓൺലൈൻ ഉടമ്പടി, അതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്, അതുകൊണ്ട് റിന്യൂ ചെയ്യാൻ പറ്റില്ലെന്ന് കാണിക്കുമായിരുന്നു സൈറ്റിൽ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അന്നേരം ഉടമ്പടി എടുക്കാൻ നേരത്തെ എനിക്കത് ഉടമ്പടി എടുക്കാൻ പറ്റി. അപ്പം അതിൻ്റെ ലാസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചായിരുന്നു, 1 വർഷത്തിനുള്ളിൽ എനിക്ക് UK ഒരു വീട് തന്ന് സ്വന്തമായിട്ടൊരു വീട് തന്ന് അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വേറൊരു വാടക വീട്ടിലേക്ക് മാറി. അതിന് ശേഷം ഞങ്ങൾ പതുക്കെ വീട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പൈസയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളത് കാരണം 10% പൈസ നമ്മളിടണം. അപ്പം അത് ഏകദേശം ഒരു 20-25 ലക്ഷം രൂപയൊക്കെ വരും നാട്ടിലെ, ബാക്കി ലോണായിട്ട് കിട്ടും. അപ്പോൾ ഇത് 10% ഇടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതെങ്ങനെ സ്വരൂപിക്കുന്നുള്ളൊരു തീർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഒരു ആലോചന ചോദിച്ചു. ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പം നമുക്ക് മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മളെ ദൈവം സഹായിക്കും, ദൈവം നമുക്ക് സഹായം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വചനം എടുക്കാറുണ്ട്. ഞാൻ ബൈബിൾ തുറന്നൊരു വചനം എടുത്തു. എനിക്ക് വചനത്തിൽ കിട്ടി ഹബക്കൂക്ക് പ്രവാചകൻ്റെ 3:19 വചനം, കലമാൻ്റെ കാലുകൾക്ക് എന്ന പോലെ നിൻ്റെ കാലുകൾക്ക് ഞാൻ വേഗത നൽകും, ഉന്നതങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ സഹായിക്കുന്നു. ഞാൻ വീടെടുക്കാനായിട്ട് ശ്രമിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു കർത്താവിനോടുള്ള എൻ്റെ ചോദ്യം. അപ്പോൾ എനിക്കിങ്ങനെ വചനം കിട്ടിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എനിക്ക് എന്തായാലും
ഇതിനു വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങും. അപ്പം ഞങ്ങൾ കുറേ അന്വേഷിച്ചു, ഞങ്ങൾക്കൊന്നും ശരിയായില്ല. അവസാനം ഞങ്ങളൊരു ബിൽഡേഴ്സിൻ്റെ അടുത്ത് സമീപിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് 25% അടയ്ക്കണം, അല്ലാതെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്നിരുന്നാലും വീണ്ടും ഞങ്ങൾ അറിയാതെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ അന്വേഷിച്ചിട്ടൊന്നും കിട്ടാതെ വന്നപ്പോൾ ചെറിയൊരു നിരാശ വന്നപ്പോൾ വീണ്ടും ഒരു വചനം കൂടെ ഞാൻ എടുത്തു. വചനം എടുത്തപ്പം കർത്താവ് എന്നോട് പറയുകയാണ്, നീ ആഴങ്ങളിലേക്ക് ഇറങ്ങി വല വീശാൻ. അപ്പം ഞാൻ വീണ്ടും ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിനോട് അടുപ്പിച്ചാണ് വീട് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി കുറച്ച് ദൂരത്തേക്കുള്ള ഇത് റിക്വസ്റ്റ് കൊടുത്തു. ഞങ്ങളെ അവിടെ വിളിച്ചു. അവിടെ ചെന്ന് വീട് എല്ലാം കണ്ടു കഴിഞ്ഞപ്പം അവർ ഈ ഞങ്ങളെ ഫസ്റ്റ് റിജക്റ്റ് ചെയ്ത സെയിം ബിൽഡേഴ്സിൻ്റെ വീടാണ്. അപ്പോൾ അത് തരൂ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പം ഞാനൊരു മോർഗേജിൻ്റെ അഡ്വൈസറെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കത് കിട്ടാൻ സാധ്യതയില്ല എന്നോട് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഞാൻ കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോലിക്ക് അന്നുണ്ടായിരുന്ന സെയിൽസ്മാൻ, ഇയാൾ അവിടെ പെർമനൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ ലീവ് വേക്കൻസിയിൽ വന്നായിരുന്നു. അയാളുടെ ലാസ്റ്റ് ഡ്യൂട്ടിയുടെ അന്നാണ് ഞങ്ങളവിടെ ചെന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അന്ന് കൺഫേം ചെയ്യാൻ പറ്റാത്തത് കാരണം അയാൾ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റും കൂടെ തന്നു. അയാളുടെ ജോലി അന്ന് തീരുവാണ്. പക്ഷേ അയാളുടെ ഓഫ് ഡേയിൽ ഞങ്ങൾക്ക് അൺഒഫീഷ്യൽ അപ്പോയിൻമെൻറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് ചെന്ന് കഴിഞ്ഞപ്പം ഇയാൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും 10%-ലല്ല 5% ഞങ്ങൾ അടച്ചാൽ മതി, 5% ബിൽഡർ ഇടും, ബാക്കി 90% ലോൺ കിട്ടും എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കെല്ലാം റെഡിയാക്കി വെച്ചേക്കും. അപ്പോഴെനിക്ക് വിശ്വാസമില്ല ഇത് കിട്ടുമോ ഇല്ലയോ. കാരണം ഞാൻ തലേദിവസം മോർഗേജ് അഡ്വൈസറോട് സംസാരിച്ചപ്പം അവരത് തരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം ഇയാളോട് വീണ്ടും ചോദിച്ചു, ഇത് ഞങ്ങൾക്ക് കിട്ടുമോ. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് ആ മോർഗേജ് അഡ്വൈസറെ ഫോൺ വിളിച്ചു. അയാളുടെ ഫോണിൽ നിന്ന്, ഓഫീസിലെ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തരില്ല എന്ന് ഇപ്പോൾ പറഞ്ഞ ആ സ്ത്രീയും അതിന് മുമ്പ് ഞങ്ങൾ റിജക്റ്റ് ചെയ്ത ആ സ്ത്രീയും വേറൊരു മീറ്റിങ്ങിലായിരുന്നു. വേറൊരാളാണ് ഈ ഫോൺ ആൻസർ ചെയ്തത്. അയാൾ ഒരു 15 മിനിറ്റിനുള്ളിൽ ബാങ്കുമായിട്ട് സംസാരിച്ച് എനിക്ക് ഒഫീഷ്യൽ ഇമെയിൽ അയച്ചു, നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആയി, മോർഗേജ് അപ്രൂവ് ആയി എന്നും പറഞ്ഞിട്ട്, അപ്പം പ്രൊസീഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വീട് റിസർവ് ചെയ്ത് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ മറ്റേ സ്ത്രീ എനിക്ക് വീണ്ടും മെയിൽ അയച്ചു, നിങ്ങൾക്ക് ഈ വീട് കിട്ടത്തില്ല, നിങ്ങൾക്ക് മോർഗേജ് അപ്രൂവ് ആവത്തില്ല, ലെൻഡർ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് തിരിച്ചു മെയിൽ അയച്ചു, ഞാൻ ഓൾറെഡി വീട് റിസർവ് ചെയ്തു. അപ്പം എൻ്റെ ഈ മെയിലിൻ്റെ റിപ്ലൈ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് അവരെനിക്ക് തിരിച്ച് വീണ്ടും ഒരു മെയിൽ അയച്ചു, ഓക്കെ നീ എൻ്റെ കൊളീഗുമായിട്ട് സംസാരിച്ച് ഇത് ചെയ്തത് ഞാൻ അറിഞ്ഞില്ല, ഓക്കെ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ഏപ്രിൽ 11, 2024 ഉടമ്പടി വെച്ചു. മാർച്ച് 28, 2025 ഞങ്ങൾക്ക് വീടിൻ്റെ കീ കിട്ടി. ഈശോയും മാതാവും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഈശോയും മാതാവും ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്നില്ല. എൻ്റെ ജീവിതം മൊത്തം മെസ്സപ്പായി കിടക്കുമായിരുന്നു. എല്ലാം ഓർഗനൈസ് ചെയ്ത് നല്ലൊരു ജീവിതം നയിക്കാൻ കർത്താവും ഈശോയും എന്നെ സഹായിച്ചു, കർത്താവും മാതാവും എന്നെ സഹായിച്ചു. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് ഞങ്ങൾ ചൊല്ലാറുണ്ട്. എൻ്റെ മുന്നിൽ കൈനീട്ടുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ ദശാംശം മാറ്റിവെച്ച് അർഹതയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ പരിചരിക്കാറും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ചെയ്യാറുണ്ട്. എനിക്ക് UK അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പത്തിക സഹായങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളൂ. എൻ്റെ ജോലി വളരെ തിരക്കേറിയ ജോലിയാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ ഇടയിലൊരു അല്പസമയം കിട്ടിയാൽ ഞാൻ മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും അവരോട് സംസാരിക്കാറുണ്ട്. ഞാൻ മൂലം ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.